നാളെ ഇതൊക്കെയാണെങ്കിൽ പോലും മറ്റന്നാൾ അതിഗംഭീരമായ ഒരു സംഗതി കൂടെ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതിരാവിലെ തന്നെ ഇവന്മാരുടെയൊക്കെ പോലീസും കടകളുമൊക്കെ കൂടിയത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അടിച്ചോടിക്കുവാനും എടുത്തുകൊണ്ടുപോകുവാനും തിങ്കളാഴ്ച രാവിലെ വരും പോലീസ്. നാളത്തെ യോഗം എന്തായാലും ശരി, തിങ്കളാഴ്ച രാവിലെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാലങ്ങളായിട്ട് നടത്തിവന്ന സമരത്തിലൂടെ വിജയിപ്പിച്ചെടുത്ത നമ്മുടെ ലക്ഷ്യത്തെ തകർക്കുവാൻ വേണ്ടി ഒരു ശക്തമായ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പിന്നിലാരാണ്, അവരെന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയാലാണ് ചിത്രം പൂർണ്ണമാവുക. എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മാലിന്യം എന്ന് പറയുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത, മാലിന്യ കേന്ദ്രം എന്ന് പറയുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണ്. ആരും അവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാർ പോലും ചെയ്യാൻ മൂക്ക് പിടിച്ചിട്ട് മുഖം തിരിച്ചു കളയുക. മറ്റുള്ള ആളുകൾ അതിനേക്കാളും അപ്പുറത്താണ്. പിന്നെ നമ്മൾ ആരും എന്ത് ചിന്തിക്കേണ്ടതില്ല, ഒന്നും പ്രവർത്തിക്കേണ്ടതില്ല. അങ്ങനെ 2011 വർഷത്തിൽ എത്ര ലോഡ് മണ്ണാണ് വെട്ടിപ്പാലത്ത് മാലിന്യത്തിന് മുകളിൽ ഇടുവാൻ നിങ്ങൾ വാങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയോട് ഡിസംബർ 19 അക്രമ സമരം എന്നായിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞ. അക്രമമാണ് ആമിനാനാളെ സംബന്ധിച്ചിടത്തോളം അക്രമമാണ്. കാരണം എന്താണ്, മുനിസിപ്പാലിറ്റിയിലുള്ള കള്ളക്കണക്കുകൾ വല്ലവരും എടുത്ത് പുറത്തിടുക എന്ന് പറയുന്നത് അക്രമമല്ലേ? കുറെ കാലമായിട്ട് ഇവരൊക്കെ അനുഭവിച്ചു വന്ന ചില സൗകര്യങ്ങൾ വല്ലവരും ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അക്രമമല്ലേ? അങ്ങനെ പറഞ്ഞ് ഫയലുകൾ വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഫയലുകൾ വലിച്ചെറിയാൻ എന്താണ്, ഫയലുകൾ വലിച്ചെറിഞ്ഞു പോയില്ലേ? ഫയലിനകത്ത് ഒളിപ്പിച്ചു വെച്ച ഈ സംഗതികൾ പുറത്താവുകയാണ്. അങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര മണ്ണിറക്കിയിട്ടുണ്ട്, എത്ര ലോഡ്? അപ്പൊ ആളെ പറ്റിക്കാൻ വേണ്ടി എത്ര ലോഡ് എന്ന് പറയുന്നതിന് പകരം 560 ക്യൂബിക് മീറ്റർ മണ്ണാണ് ഇറക്കിയത്. അദ്ദേഹം അവർ മറുപടി തരികയാണ്. എത്ര? 275-നും 300-നും ഇടയിൽ മിനി ലോഡ് മണ്ണ് 2010-11 വർഷത്തിൽ മാത്രം ഈ പെട്ടിപ്പാലത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന് മുനിസിപ്പാലിറ്റി. നമുക്കറിയാം എത്ര മണ്ണാണ് ഇറക്കിയത് എന്ന്. കെട്ടിടം പൊളിച്ചിട്ട് ആർക്കും പൊളിച്ച കെട്ടിടത്തിന്റെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകാൻ പൈസ വേണ്ട, അങ്ങോട്ട് തരും. ഇതൊന്നും എടുത്തുകൊണ്ടുപോവുക, 200 തരാം 300 തരാം എന്ന് പറഞ്ഞിട്ട് പലരും ഏൽപ്പിക്കാറുണ്ട്. അവിടെയെങ്കിലും കൊണ്ട് തട്ടണം. ആ വേസ്റ്റ് 3-4 ലോഡ് അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതിനെയാണ് അവർ 300 ലോഡ് മണ്ണായിട്ട് ചിത്രീകരിക്കുന്നത്. പണം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതതിന്റെ വഴിയെ പോകുന്നത്. അതിന്റെ വഴിയിലൂടെ പണം. ഡിസംബർ 19 മറ്റൊരു കണക്ക് കൂടെ അന്വേഷിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട്